നമസ്കാരം. സാർ അയച്ചു തന്ന ഫ്ലോർ പ്ലാൻ അനുസരിച്ച് ഞാൻ ഞങ്ങളുടെ ബെത്ത് ലിവിംഗ് എന്നുള്ള ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 ടൈപ്പ് രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ എക്കണോമിക്കലും ആക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേരിയബിൾ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ലൈനപ്പ് ഉണ്ട്. ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലും GI ഷീറ്റും മിക്സിങ്, GI ഷീറ്റ് മാത്രം, ഇങ്ങനെയുള്ള ടൈപ്പ് ഉണ്ട്. ഇത് ഞാനിപ്പം യൂസ് ചെയ്തിരിക്കുന്നത് 90% ഗാലനൈസ്ഡ് അയണും 10% സ്റ്റെയിൻലെസ് സ്റ്റീലും എന്നുള്ള കാറ്റഗറി. ഇത് 15 ഇയർ വാറണ്ടി ഉള്ളതാണ്. ഞാൻ പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡ്യൂൾസ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇത് ടാൻഡം ബോക്സ്, 2 ഡ്രോയർ, നമുക്ക് 4 ഹൈറ്റിലുള്ള ഷട്ടേഴ്സ് ഉണ്ട്, ഡ്രോയർ ഷട്ടേഴ്സ് ഉണ്ട്. അതൊരു മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഡ്രോയർ ഷട്ടറിന്റെ ഹൈറ്റ് വെച്ച് പറയുന്നത്. 17 സെന്റിമീറ്റർ, 35 സെന്റിമീറ്റർ, ഇത് 35 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 35 സെന്റിമീറ്റർ, 52 സെന്റിമീറ്റർ. ഇതിന്റെ കൂട്ടത്തിൽ വരാത്ത 23 സെന്റിമീറ്ററിന്റെ ഡ്രോയർ ഹൈറ്റും ഉണ്ട്. ഇത് 35 സെന്റിമീറ്ററിന്റെ ഷട്ടർ ഹൈറ്റ് വരുന്ന 2 ടാൻഡം ബോക്സ്. ഇത് ഡബിൾ ഡോർ കോർണർ. ഇത് ഇങ്ങനെ 2 ഡോറും ഒന്നിച്ച് തുറന്നിടും. അപ്പൊ നമുക്ക് നടുക്ക് ഷെൽഫാ. നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കോർണർ യൂണിറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഡി ട്രേ, എസ് പ്രൊഫൈല്, ബ്ലൈൻഡ് കോർണർ, ഇങ്ങനെയുണ്ട്. ഇത് ഞാൻ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടിരിക്കുന്നത്. ഹോവിന് താഴെ കട്ട്ലറിയുടെ ഡ്രോയർ, തൊട്ട് താഴെ പ്ലേറ്റ് അതുമാതിരിയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാവുന്ന 52 സെന്റിമീറ്റർ ഹൈറ്റുള്ള ഷട്ടർ, 2D പുള്ളൗട്ട്, ഓയിലിൻ്റെ ഒക്കെ പുള്ളൗട്ട്. ഇത് ഓയിൽ പുള്ളൗട്ട്, കട്ട്ലറി, സെർവിങ്, ക്രോക്കറി ഐറ്റംസ്, വെസൽസ്, ഫ്രൈ പാൻ അതുമാതിരിയുള്ളതൊക്കെ വെക്കാൻ. പിന്നെ നോർമൽ കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റ് ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ സിങ്കിന്റെ യൂണിറ്റിനകത്ത് നമുക്ക് വേസ്റ്റ് ബിന്നും ഡിറ്റർജന്റ് ട്രാക്കൊക്കെ ഉള്ള മോഡ്യൂൾ ഉണ്ട്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് അല്ല. ഓക്കെ. അത് കഴിഞ്ഞാൽ ഇവിടെ മൈക്രോവേവ് വെക്കാൻ വേണ്ടി ഉള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് 32 ലിറ്റേഴ്സിന്റെ ഒരു മൈക്രോവേവ് ഓവൻ ആണ്. അത് ആണ് മാക്സിമം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മെയ്ഡ് ആയിട്ട് വരുന്നത് 32 ലിറ്റേഴ്സ്. നോർമൽ 20 ലിറ്റേഴ്സ് മുതൽ സ്റ്റാർട്ടിങ് ചെയ്യും. അത് കഴിഞ്ഞാൽ വോൾ യൂണിറ്റ്, സ്റ്റോറേജ്, ഫ്ലാറ്റ് ഡോർ യൂണിറ്റ് ഒക്കെ ഉണ്ട്. ഫ്ലാറ്റ് ഡോർ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. കോർണർ യൂണിറ്റ്, ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്. അതായത് ഇത് ഒറ്റ യൂണിറ്റാണ്. ഇതൊരൊറ്റ യൂണിറ്റാണ്. അത് കഴിഞ്ഞാൽ GTPT യൂണിറ്റ്. ഇത് നമുക്ക് കഴുകിയിട്ട് താഴെ പ്ലേറ്റും. ഇത് വയർ ബാസ്ക്കറ്റ് പോലെയല്ല. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഞാൻ സ്കെച്ചപ്പിൽ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനകത്ത് ചില ലിമിറ്റേഷൻസ്, അതായത് കുറച്ചും കൂടെ കാഴ്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ മനസ്സിലാക്കാൻ സ്കെച്ചപ്പ് എളുപ്പമായിരിക്കും. അതേപോലെ നമ്മൾ പ്ലംബിങ് ഇതിൻ്റെ എല്ലാം ഡ്രോയിങ് കൊടുക്കും. വൺസ് ട്രേഡ് നടക്കുന്ന സമയത്ത് ഈ മെറ്റൽ ആയതുകൊണ്ട് പ്ലഗ് പോയിന്റ്, അതേപോലെ നിലവിൽ ഓൾറെഡി അവിടെ ഇലക്ട്രിക് പ്ലംബിംഗ് പോയിന്റുകൾ അവർ ഓൾറെഡി വരച്ച് കാണും. അത് നമ്മുടെ യൂണിറ്റിനെ എന്തെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻസ്. പിന്നെ അതല്ലാതെ സിങ്കിൻ്റെ ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, ഹോബിൻ്റെ പവർ പോയിന്റുകൾ, ഈ ചിമ്മിനിയൊക്കെ ഇതിൽ തന്നെ നമുക്ക് പിടിപ്പിക്കാം. ജനലിൽ തന്നെ നമുക്ക് പിടിപ്പിക്കാം. അറിയാമല്ലോ, ലിൻഡലിൽ ഇരുന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ അങ്ങനെ ചിമ്മിനി വെച്ചിരിക്കുന്നത്. ഇത് ഒരു ടൈപ്പ്. ഇനി ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ വേറൊരു സ്റ്റൈലിൽ അതായത് അവിടെ ആ മൈക്രോവേവിന്റെ യൂണിറ്റ് മാറിയിട്ട് ഇതുപോലെ ഒരു പാൻട്രി യൂണിറ്റ് വരും. ഇതുപോലൊരു പാൻട്രി യൂണിറ്റ്. ഇത് പല ടൈപ്പ് ഓഫ് പാൻട്രി യൂണിറ്റ് ഉണ്ട്. ഞാൻ നടുക്ക് ഇങ്ങനെ ഷെൽഫ് വരുന്ന നോർമൽ. ഇതിന്റെ ഹാൻഡില് ഇത് ഇവിടെ ഹിഞ്ചസ് വെച്ച് നേരെ തിരിച്ചു വേണമെങ്കിലും വരും.
അതേപോലെ തന്നെ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഡ്രോയർ, അവിടെ നമുക്ക് ഒരു ഡബിൾ ഡ്രോയർ ഉണ്ടായിരുന്നല്ലോ, ആ ഡ്രോയർ മാറ്റിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡ്രോയർ ഉണ്ടായിരുന്നല്ലോ, ആ ഡ്രോയർ മാറ്റി അവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നു. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഈ യൂണിറ്റ് വരുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും. കാരണം ഞാൻ ഇവിടെ സാധാരണ ഡബിൾ ഡോർ ആണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് വലിപ്പമുള്ള സൈഡ് ബൈ സൈഡ് ഒക്കെ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ സൈഡ് ബൈ ഇവിടെ ഒരു പാർട്ടീഷൻ ബോൾ പോലെ വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ഐഡിയ വരുന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ $84 സെന്റിമീറ്ററോളം, 84 സെന്റിമീറ്റേഴ്സ്. ഓക്കെ സാറേ, ഇതൊരു ഐഡിയ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ കൊട്ടേഷൻ തരാം. ആ കൊട്ടേഷൻ തരുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ പ്ലാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പ്ലാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ആ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു യൂട്ടിലിറ്റി യൂണിറ്റ് എന്ന് പറയും. ഈ യൂട്ടിലിറ്റി യൂണിറ്റ് ഞങ്ങൾ ഈ ഇൻബിൽട്ട് ഓവൻ, ഇൻബിൽട്ട് ഗ്രില്ല് എന്നുള്ള കൺസെപ്റ്റ് നമുക്കും ഉണ്ട്, അങ്ങനത്തെ യൂണിറ്റ് നമുക്കും ഉണ്ട്. അങ്ങനെ അല്ലാതെ ഇൻബിൽട്ട് അല്ലാതെ ഒരു സ്റ്റോറേജ് ഏരിയ മതി എന്ന് പറഞ്ഞാൽ നടുക്ക് ഇങ്ങനെ 2 സ്റ്റോറേജ് സ്പേസ് വരും. അപ്പോൾ OTG, മൈക്രോവേവ് ഓവൻ, താഴെ ഇങ്ങനെ ഒരു ഷെൽഫും വരും. താഴെ ഇവിടെ ഒരു ഷെൽഫ് വരും. ഞാനിത് വരച്ചപ്പോൾ അത് വിട്ടുപോയതാണ്. അപ്പം അതൊന്ന്, പിന്നെ ബാക്കിയുള്ളതെല്ലാം സ്റ്റോറേജ് ടൈപ്പ്, ഡബിൾ ഡോർ കോർണർ. ഇതിങ്ങനെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ 3 രീതിയിൽ ഉള്ളതുണ്ട്. സാർ ഇത് നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയുക. എന്നിട്ട് 3ൻ്റെയും കോട്ട് വേണമെങ്കിൽ 3ൻ്റെ, കാരണം 3 ഡിസൈൻ്റെയും കോട്ട് തരാൻ പറ്റും. 3 മെറ്റീരിയൽ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലും അതേപോലെ തന്നെ GI ഷീറ്റും വരുന്ന ടൈപ്പിലുള്ളതും കോട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ പല വേരിയബിൾ ഉള്ള കാരണം ഒരു സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കൂടെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ സാറിന് കൊട്ടേഷൻ അയച്ചു തരാം. ഓക്കെ സാറേ, ഇതിനകത്ത് ഇതാണ് ഈ വോള് വന്നു കഴിയുമ്പോൾ ഡൈനിങ് ഏരിയക്കകത്തിരുന്നുള്ളത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഞാനത് ആ സ്റ്റോറേജ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആ പാൻട്രി യൂണിറ്റ് അല്ലെങ്കിൽ ടോൾ യൂണിറ്റ് അവിടെ കൊണ്ടുവരുന്നത്. അതാണ് ആ 3 ചോയ്സസ് നമ്മൾ കൊടുത്തത്. ഓക്കെ സാറേ, താങ്ക് യു.